ചാനൽ. ഇന്ന് ബാംഗ്ലൂർ വന്നിട്ട് ഞങ്ങൾ ഇവിടെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി തിന്നാൻ പോണേ. ബിരിയാണിയാണ് ഉണ്ടാക്കണത്. ഞാനാണ് ഉണ്ടാക്കാൻ പോണത്. ഇവിടെ എൻ്റെ അസിസ്റ്റൻ്റാണ്. ചെയ്യടാൻ വഴിയാക്കാതൊക്കെ. ഇത് കണ്ടില്ലേ, ഇവന് സത്യത ഒന്നും അറിയത്തില്ലേ. എടുത്ത് വെച്ചേക്കണേ, തൈരിൽ ചിക്കൻ പെരുട്ടി വെച്ചേക്കണം. എന്തിനാന്ന് അറിയത്തില്ല. എടാ മുളക് പൊടി ഇട്ടാ ഇതിന്. എടാ മുളക് പൊടി പിന്നെ എന്തി മേടിച്ചത്? അതെടുത്ത് ഇട്ട് ഇതിലാത്താട്ടോ ഇടടാ. സത്യമായിട്ട് മുളക് പൊടി കഴിച്ചെന്തിനാ? ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കണത് ഇത് കണ്ടില്ലേ, റൈസ് കഴുകിക്കൊണ്ടിരിക്കണേ. അപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഞാൻ ഓർത്തത്. മുളക് പൊടി ഇടണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവേന. ആഴ്ച മുളക് പൊടി ഇടണില്ലേ? എടാ ആ മസാലപ്പൊടി മൊത്തം ഇതിലാട്ടിട്ടാ ബിരിയാണിക്കകത്ത് ഉണ്ടാവൂല. കാര്യം ഇച്ചിരി ചിക്കൻ അച്ചാർ തിന്നാം. ഇത് ഞങ്ങള് ബാംഗ്ലൂരുള്ള ലുലുമാളിൽ നിന്ന് വാങ്ങിയതാ. ഹായ് സൂപ്പർ. അയ്യോ നമുക്ക് റൈസ് കഴുകാം. ഓക്കെ, എവിടെ കൂടെ ഞാൻ ഫോണും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടി നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോ ഒരു 5 വട്ടം കഴുകി. എന്നാലും നമുക്ക് ഒന്നും കൂടി കഴുകാം. നിങ്ങൾക്ക് കാണാൻ കഴുകണം കേട്ടോ. എടാ അരിപ്പേണ്ട. വെള്ളം നോക്കിയതാണ്. എടാ ജമീനരി ചോദിച്ചാൽ എന്തര വെള്ളം വേണമെന്ന്. കുറെ വെള്ളം ഒഴിച്ചെന്നാലില്ലേ കഞ്ഞി ബിരിയാണി കഞ്ഞി ഉണ്ടാക്കി. ഇതാണ് നല്ല വെള്ളം. ഇത് ബിരിയാണി അരി ഒന്നും കേട്ടോ. അതിനകത്ത് നോക്കി അപ്പൊ ഈ ഓഫാക്കിട്ട് മാറ്റാവുന്നൊക്കെ വെള്ളമോ ഓഫാക്കി. ഇതാ എന്റെ ഫോണില് സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളായി പോയി. അതാണ് കേട്ടോ എന്റെ സ്റ്റോറേജ് ഒക്കെ ആക്കിയിട്ട് ബാക്കി ബിരിയാണിയുടെ വീഡിയോ എടുക്കാൻ. മുളക് പൊടി ഇടണില്ലേടാ. നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു മുളകിന്റെ കളറിലേക്ക് എന്ത് ബിരിയാണിയാണ്. ഇത് തിന്നണ്ടാണ് ബിരിയാണി ഉണ്ടാക്കണം. അത് സൂപ്പർ, അടിപൊളി. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്തിനാ വെള്ളം തിളപ്പിക്കാൻ? നെയ്യ് ഇടണ. നെയ്യ് എന്തിനാ ഇടണ? നെയ്യ് എന്തിനാ ഇടണ? വെറുതെയാ. ഞാൻ ഇടാതെ. ഇതൊക്കെ പിടി, ഈ ഫോൺ പിടിച്ച ഇങ്ങനെ ഇട്ടേത്. ഇതെന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇടാ. ഇങ്ങനെ വെച്ച് ഇതെല്ലാം കൂടി ഇട്ടുണ്ടല്ലോ. ഞാൻ ഇട്ടോളാം. നീ അങ്ങനെ ഇട്ട് എനിക്ക് അളവ് മനസ്സിലാവില്ല കേട്ടോ. നോക്ക്,
ഇതിടണ ഈ പൂ ജാതിക്കയുടെ പൂ മാത്രം മതിയായിരുന്നു. ഇവിടെ ബിരിയാണിയുടെ എസൻസ് ഇല്ലല്ലോ. ഇനി എന്താ ഞാൻ ചെയ്തോളാം, നീ പറഞ്ഞാണ്. ഇനി ഒന്ന് ഇളക്കാം. സ്പൂണ് ഇവിടെ മാറി, ഞാൻ എടുത്തോളാം. അടുത്തത് നമുക്കൊരു സ്പൂൺ വേണം. ഇത് വേണം, ഇത് വേണം. അതിൽ തന്നെ ജെമിനിയോട് ചോദിച്ചു ഇത്ര വെള്ളം മതി അതിന് വേണം. ജെമിനി ആരാണ്? ജെമിനി ആണ് ലോകം കീഴടക്കിയ മനുഷ്യൻ. ഇച്ചിരി കൂടെ നെയ്യ് ഒഴിച്ചോണം. ഞാൻ ഒഴിക്കാന്നേ, നീ തന്നെ ഒഴിക്കണോ? നിനക്ക് ക്രെഡിറ്റ് എടുക്കാനല്ലേ. ടേസ്റ്റ് ഒക്കെ എന്താണെന്നറിയാത്ത ആൾക്കാരാണ് നമ്മളെ. എന്തായാലും തിന്നും. ഇതെവിടുന്ന ഓക്കെ. നമ്മൾ നെയ്യും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിടാം. അരി എന്തോരം ഉപ്പാണ്? മതിയോ? ഇവിടെ നിന്നിടേ. എന്റെ ഫോണൊന്നും പറ്റിക്കുന്നില്ല. കുരുമുളക് ഇറക്കി ഇതിനകത്തിരുന്നോ? അളവൊന്നും അറിയില്ല, എന്നാലും ഭയങ്കര മെയിൻ അടിച്ച് നിക്കണുണ്ട് ഇവിടെ. തുമ്പി വീട് മുഖത്തിന്റെ പാവം കണ്ട. എന്തിനാണ് ഇത്ര ഷോ കാണിച്ചതാണ്? തക്കാളി ഫസ്റ്റ് തക്കാളി പോയി കഴുകിയിട്ട് വരട്ടെ. തക്കാളി എങ്ങനെ അരിയണമെന്ന് പഠിപ്പിച്ചു തരാവേ. കത്തി കഴിവട്ടെ. ആൾക്കാർ പഠിച്ചത് ആദ്യത്തെ ദിവസം തന്നെ. നമുക്ക് ഇവിടെ ഈ ഒരു മറ്റേ തണ്ടിന്റെ സാധനം ഉണ്ട്, നമുക്ക് അതും മുറിച്ചിങ്ങനെ കളയാം. അടക്കണ്ടേ? എന്ത് ചെയ്യാനാണ്, ഞാൻ തന്നെ ലൈസൻസ് ഇല്ല. ഇല്ല, തക്കാളി ഞാൻ അറിയത്തുള്ളൂ വാങ്ങിച്ചു. അത് ഒരു എന്തോരം വേണമെന്നറിയില്ലല്ലോ.
ഗൈസ് ഞാൻ തക്കാളി മൊത്തം അരിഞ്ഞു. ഇപ്പൊ ഞാൻ സവാള അരിയണേ. സവാള ഇങ്ങനെയൊക്കെയാണ് ഞാൻ അരിയണുണ്ട്. ചെറുതായിട്ട് കണ്ണും നീറുന്നുണ്ട്. സഹിക്കണമല്ലോ. നിന്നെ കാണത്തില്ല. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണി അല്ല, ബിരിയാണിയുടെ റൈസ്. എടാ അടിച്ച് തുറന്നേടാ. ബിരിയാണി റൈസ് ഞാൻ കാണിച്ചുതരാം. എടാ എന്താടാ നോക്കട്ടെ. ചിക്കൻ വറക്കണം. നമുക്ക് ചിക്കൻ വറക്കാം. ഞാൻ ചിക്കൻ വറക്കണ്ട അല്ലേ? ചിക്കൻ വറക്കാൻ പാത്രം ഉണ്ടോ? എന്ത് പറ്റി? അടി പിടിച്ചാ? അടിപൊളി. കഞ്ഞിയാക്ക അല്ലെ കുറുക്കാക്ക. ഇല്ല ഇതൊക്കെ ഇടും. ഞാൻ ചതി വഞ്ചന കള്ളക്കടത്തൊന്നും ഇല്ലാത്ത. എന്താണ് അടുത്ത? സ്റ്റിക്കി റൈസാ? മാംഗോ സ്റ്റിക്കി റൈസ് ആണ്. ദമ്മും കൊമ്പൊന്നും വേണ്ട. ഇച്ചിരി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് തിന്ന. അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഒന്നും മേടിച്ചില്ലല്ലോ. അടിച്ചത് നമ്മള് മറ്റേ ഉപ്പുമാവ് പോലെ. എടാ ഉപ്പുമാവ് തിന്നാൻ വന്നാണോ ചേട്ടനോടാണ്? ഒരിച്ചിരി ആഡ്സും ശരവണനും ഇല്ല. വായ്ത്താളത്തിന് പിന്നെ ഒരു കുറവില്ല. ഇറ്റാലിയൻ എന്റെ ഭഗവാനെ എന്താണ് ഈ റൈസ്? നീ വല്ലതും കൂടെ കൊടുക്കാൻ അച്ചോ. സംഗീത കഴിക്കാന്ന് പറഞ്ഞിട്ട് അവന് കൊടുത്തിട്ട് ബാക്കി കളയാൻ നമുക്ക്. അയ്യോ ഇത്രയും കളയണ്ടേ അടിച്ചേ. അവിടെ ഒന്ന് തണുക്കട്ടെ നോക്കാം. ചോറിന് ഉപ്പിട്ടായിരുന്ന? ഉപ്പില്ലാട്ടാ. നിനെയല്ല എന്റെ തലയിലാവല്ലേ ഈശ്വര. റൈസ് മറ്റേ എന്താണ് ഇങ്ങനെ കുഴച്ച് പിടിച്ചാല് സൂപ്പറാണെന്ന് അവൻ പറയുന്നത്. ഇച്ചിരി കഷ്ണം വെച്ചിട്ട് റൈസ് ആക്കാം. താഴെക്കുന്നവരുണ്ട് ഈർക്കിലെടുത്തേക്കാം. ഇല്ലെങ്കിൽ മറ്റേ റൈസ് ബോളില്ലേ നെയ്ച്ചോറുണ്ട്. നാളെ നല്ലോണം ഉണ്ടാക്കാം. ഇനി ഇതിപ്പോ അല്ല ഇതിപ്പോ അത് കഴിക്കുന്നു. ഇന്നിപ്പോ ഉണ്ടാക്കാം. നാളെ എടാ കളിയാക്കണ ചവിട്ടിക്ക് ചാടിയേ. ഇത് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ തിന്നാം. സ്റ്റിക്കി റൈസ് മാറ്റി. അതന്നെ നമുക്ക് ബിരിയാണി എന്നുള്ള ക്യാപ്ഷൻ മാറ്റിയിട്ട് സ്റ്റിക്കി റൈസ് ഒന്ന് ആക്കാം. ചിക്കൻ ആൻഡ് സ്റ്റിക്കി റൈസ്. അപ്പൊ നമ്മുടെ സ്റ്റിക്കി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി നനവും കാര്യങ്ങളുണ്ടെങ്കിലും ബിരിയാണിയുടെ മണമൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത എന്താ ഇനി?
അടുത്തത് ചിക്കൻ അല്ലേ ഉണ്ടാക്കണ? അടുത്ത ചിക്കൻ വറക്കണം, ചിക്കൻ കറി വെക്കണം. ഞാൻ വെച്ചോളാം ഉണ്ടാക്കണം. മുളക് പൊടി വേണം. ഞാൻ ചെയ്യാനില്ല. ഇത് പിടി. എല്ലായിടത്തും എന്റെ കൈ നടക്കണ കാര്യം. ഗൈസ്, ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണേ. ചിക്കൻ കറിക്ക് ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് സവാളയുടെ പോണേ. യുദ്ധം ചെയ്യാനേ സവാള വേണം, മധുരം അത് കച്ചമ്പറിന്റെ എറിഞ്ഞത് അതെടുത്ത് അതിന്റെ കൂടെ ഇട്ടു മണ്ണപ്പട്ടി. ആ പ്ലേറ്റിലോട്ട് മാറ്റി. തക്കാളി തക്കാളി ഉണ്ട്. മഞ്ഞപ്പൊടി ഇട്ടോ കുറച്ച്. ഉപ്പ് ഫ്രിഡ്ജിനകത്ത്, എല്ലാ ഫ്രിഡ്ജിനകത്തുണ്ട്. മതിയാട്ടെ, ഇനിയിടല്ലേട്ടാ. നീ എല്ലാം നശിപ്പിക്കുന്നു. ഇതെന്താ ഉണ്ടാക്കിയേക്കാം ബിരിയാണി. ഇതെന്താണ്? ഞാൻ കടയിൽ പോയിട്ട് വരാം. എണ്ണ മേടിക്കണേ. സവാള വാടിയിട്ടൊന്നുമില്ല, പോടന്ന് വാടാനായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുകയാണ് സവാള. ഒരു കൊട്ടി സവാള മസാല ദോശയും പോലും തിന്നില്ല. ഞാൻ മര്യാദ ഉണ്ടായിക്കൊണ്ട് നിന്നോട് കഴിയില്ല. ഞാൻ എന്ത് ചെയ്തു? തുമ്പി പറ. ഇത് വീഡിയോ എടുത്തെങ്കിൽ പോണില്ല, പോണവരെ വീഡിയോ എടുക്കാം. ഞാൻ കുക്കർ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എടുത്തുണ്ട്. ഇവർക്കൊന്നും അറിയാൻ പോലാട്ടോ, നീ മതി ചെയ്ത് കൊടുക്കും. മഞ്ഞപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, അത് കഴിഞ്ഞ് തക്കാളി. അതൊക്കെ പറഞ്ഞോടാ. നീ എന്താ പെറുക്കി മാറ്റണ? വീട്ടിക്കൊണ്ടോ? എടി ഇതിനകത്തൊരു കുന്നിരിക്കണം. തക്കാളി എല്ലാം ഇരിക്കണ്ടേ? തക്കാളി വേണേ കുറച്ച് മാറ്റിക്കും, ഇത്രയും തക്കാളി ഒന്നും വേണ്ട. മഞ്ഞപ്പൊടി കുറച്ചിടും. എന്തിനാ വെള്ളം വേണം? ഇപ്പോഴല്ല, ചിക്കൻ വേവിക്കുമ്പോ വെള്ളം വേണം. വേണ്ട വേണ്ട, പിന്നെ ഇരുന്ന് കഴിയാനാ. ചിക്കനിൽ ആരാ വെള്ളം ഒഴിക്കണത്? എന്റെ യൂട്യൂബിലെ വീഡിയോ ഞാൻ പറയണ പോലെ ഉണ്ടാക്കിയാൽ ചിക്കനാണ് കുറച്ചിട്ട് ഒരു കുന്നുണ്ട്. ഞാൻ മതി മതി ഇട്ടോടോ, കണ്ണാക്ക് വരികട്ടെ. കൊറേ നേരം മിന്നു എല്ലാത്തിനും കൂടെ അണ്ടം പൊള്ളിട്ടുണ്ടെങ്കിൽ മിന്നുന്റെ പേര്. ഇവിടെ മഞ്ഞപ്പൊടി അതിലുണ്ട്. സ്പൂൺ കാണിച്ച്, സ്പൂൺ കാണിച്ച്. ടൈപ്പാ നിന്നെ പറ്റിക്കണ.
മഞ്ഞപ്പൊടി ഇതിനകത്തായി പോയി. എടി അത് ഇളക്കിയാൽ മതി പൊക്കോളൂ. എന്റെ മിന്നു നാളെ ഇപ്പൊ ഇത് നമ്മൾ ട്രൈ ചെയ്യണതാ. നാളെ നമ്മൾ ഒന്നുകൂടി ബിരിയാണി ഉണ്ടാക്കാം. നാളെ സെറ്റ് ആയിട്ട് ഉണ്ടാക്കട്ടോ. നാളത്തെ ബിരിയാണിയാ ബിരിയാണി. അച്ഛൻ ചോദിച്ചു 2 കക്കൂസ് ഉണ്ടാണ്. ഷൂട്ട് ഞാൻ മത്സരം പിന്നെ ആ തോർത്തൊക്കെ അയച്ചോ. അത് മറ്റേ തടപിടിക്കണ തുണിയാണ്. ഏപ്രിലേ ഏപ്രിലേ ഇതില് ഇവിടെ ഞാൻ ഇരുന്ന് തൂക്കണം. ഇതാണ് ഞാൻ മുളക് പൊടിയും മറ്റേ പൊടിയും ഇട്ടോ. അത് കഴിഞ്ഞ് അയ്യോ അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടും. മുളക് പൊടി കരിയാണേക്ക് പച്ചമുളക് ഇതൊക്കെ അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞാണ് ഓർമ്മ കിട്ടുന്നത്. ഇതിന് പൊടി മറ്റു ചോവേണ്ടാവും കേട്ടോ. ആൾക്കാർ പച്ചമുളക് ഇടാനാ പറഞ്ഞു. ഇവിടെ തക്കാളി എടുത്തിട്ട് ആൾക്കാരെ എടാ എങ്ങനെയുണ്ടാ എന്റെ ചിക്കൻ കറി? തന്നെ കരയിപ്പിച്ച് വെള്ളം വേണമില്ല. വേണേ കുറച്ച് ഒഴിച്ചേക്കാം. അടച്ചു വെക്കണ്ടേ? നെയ്യ് വേണേ ഇച്ചിരി കൂടി ഒഴിച്ചോ. വേണ്ട വേണ്ട, ഞങ്ങൾ ഇപ്പൊ പോകുമ്പോഴേ എണ്ണ ഒഴിച്ചിട്ടേ. ഓക്കെ ഗൈസ്, ഇത് വേഗട്ടെ, വെന്തിട്ട് ബാക്കി കാണിച്ചു. ഗൈസ് അടിക്ക് പിടിച്ച് ഓഫാക്കിയാലോ തുമ്പി? കറി ചെറുതായിട്ട് അടിക്ക് പിടിച്ച് മണമുണ്ട്. അവന്മാരെ അറിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കും. കുഴപ്പമില്ലല്ലോ, മണമൊന്നും ഇല്ലല്ലോ. നമുക്ക് പറയാതെ മസാല മണം പറയാം.
എന്താന്ന് അറിയില്ല ചിക്കൻ. ഇല്ല ഒന്നുമില്ല. എങ്ങനെയുണ്ടോ നോക്ക്. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടി ഇടാനായിട്ട്. നല്ലൊരു തിന്നു നോക്ക്. നീ ആ ഇതിട്ട് റൈസ് ഇട്ട് നോക്ക്. റൈസ് എങ്ങനെ അയിലാട്ട് എങ്ങനെ ഇടും? പിന്നെ കുക്കറിലിടും. കുക്കറിൽ ഇട്ട് വെക്കും. കുക്കറിലിട്ട് വൈ. നീ വൈ. കുക്കറില്ല ദമ്മ്. ഞാനത് കഴുകിയെന്ന് പറഞ്ഞോട്ടോ. മറ്റേ മാഗി മസാല ഇട്ടേക്കണം. മാഗിയുടെ മസാല ആണ് ഇട്ടേക്കണം. നീ ഉണ്ടാക്കണ ഞങ്ങളെല്ലാം പറഞ്ഞ ബിരിയാണി ഇതാണ് അടിക്സ് ഉണ്ടാക്കിയ ബിരിയാണി. റൈസില്ലേ? വറുത്ത ചിക്കനാ വാരിയിട്. ടേസ്റ്റ് എന്താന്ന് തിന്നിട്ട് പറയാട്ടോ. എടാ ഈ റൈസിലല്ല ഭാവിരിക്കണേല് ചിക്കൻ്റെ എനിക്കത് മതി. ചിക്കൻ റൈസ് എടുക്കില്ലെന്താ? റൈസ് എന്താന്നിട്ട് അത് ആഴ്സിന് മരുത്തോമല അതൊക്കെ ഞാൻ സ്വന്തമായിട്ടാ വറുത്തത് ആവണ്ട. അയ്യോ ശിവാനി അറിയില്ല. യോഗീത ഇച്ചിരി ഉപ്പില്ലെന്നോ നല്ല ടേസ്റ്റ്. സൂപ്പർ. അതെ പിന്നെ മനസ്സിലിരിക്കുന്നുണ്ട് പത്ത്. ഇച്ചിരി എരിവ് കൂടി പെയ്യണ്ടേ. ചോളം കിട്ടണ നീ ഗൈസ്, ഞങ്ങൾ ബാംഗ്ലൂർ പോകാൻ റെഡിയായി. രണ്ട് സാധനം അത് പാവണം. തീ നിൽക്കണ ഈ മൊട്ടത്തലേനല്ലേ ഇടിച്ച് ശരിയാക്കണം. ബ്ലോഗ് എടുക്കാം. എനിക്കുള്ള ബ്ലോഗ് എടുക്കാനെന്ന് അറിയാൻ